ചേട്ടാ ഈ മെസ്സി വരുന്നു പറയുണ്ടായി. എന്നാൽ ഇപ്പൊ മന്ത്രിയും റിപ്പോർട്ടർ ടിവിന്റെ MD ആന്റോ അഗസ്റ്റിനും പറയുന്നു മെസ്സി വരുന്നില്ല. ഇതിപ്പോ ഇവര് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണോ അതോ നാടകം കളിക്കുകയാണോ? യഥാർത്ഥത്തിൽ ദേവി ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതായത് കേരളത്തിന്റെ മണ്ണിലേക്ക് ഈ പറയുന്ന പോലെ മെസ്സി വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇവിടുത്തെ സ്പോർട്സ് പ്രേമികളായിട്ടുള്ള യുവാക്കളെല്ലാം തന്നെ വളരെയധികം ഹരം കൊണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കേരളത്തിന്റെ മണ്ണ് എന്ന് പറയുന്നത് മറ്റൊരു സംസ്ഥാനത്തേക്കാൾ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാളും ഫുട്ബോൾ പ്രേമികളുള്ള സ്ഥലമാണ് കേരളം. അതിൽ തന്നെ പ്രത്യേകിച്ച് മലപ്പുറം എന്നൊക്കെ പറയുന്നത് വളരെയധികം ഫുട്ബോളിന് മലപ്പുറം കോഴിക്കോട് മേഖലകളൊക്കെ ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഏരിയകളാണ്. അത്രയ്ക്ക് ഫുട്ബോൾ പ്രേമികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നാണ് യാഥാർത്ഥ്യം. അതിനെ ഒരു തരത്തിൽ ആ ഒരു കാര്യത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണോ ഈ പറയുന്ന സ്പോർട്സ് മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ദുറഹ്മാൻ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മുടെ സംശയം. കാരണം അദ്ദേഹം പറഞ്ഞത് എന്തായാലും കേരളത്തിലോട്ട് ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന ടീമും മെസ്സിയും എത്തും. അതിൽ അർജന്റീന ടീമും എത്തും, ഒപ്പം മെസ്സിയും എത്തും എന്നാണ് ആര് പറഞ്ഞത്? മന്ത്രി പറഞ്ഞത്. അപ്പൊ അത് കേട്ടപ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം വളരെയധികം സന്തോഷിച്ചു. മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് ഉണ്ടായത്. അത് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത് റിപ്പോർട്ടർ ടിവിയാണ്. നമുക്കറിയാം, റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ പല വിവാദങ്ങളിലും റിപ്പോർട്ടർ ടിവി പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും അത് അവർ ചെയ്യുന്ന ഒരു നല്ല കാര്യമായിട്ടാണ് ആ സമയത്ത് ആളുകളെല്ലാം കണ്ടത്. പക്ഷേ ഒരിടവേളയിൽ മെസ്സി വരുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും. ഈ മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം വളരെ സജീവമായിട്ട് നിൽക്കുന്നു. ഇപ്പോ ഈ കോട്ടയം കുറിച്ച സിനിമയിൽ പറയുന്നുണ്ട്, മോഹൻലാൽ വരുമോ ഇല്ലയോ, ജോഷി ഞങ്ങളെ ചതിച്ചാശാനെ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിന്റെ MDയും അതുപോലെ തന്നെ മന്ത്രി ഇപ്പോൾ പറയുന്നത്, അർജന്റീന ഞങ്ങളെ ചതിച്ചു. അർജന്റീന ഈ സമയത്ത്, അതായത് സെപ്റ്റംബർ നവംബർ മാസം അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ മാസമാണ് ഈ ഏകദേശം ആ ഒരു സമയത്തിനിടയ്ക്ക് കേരളത്തിലേക്ക് അർജന്റീന ടീം കളിക്കാൻ എത്തും എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പറയുന്നത് അർജന്റീന ടീം പക്ഷെ ആ രീതിയിൽ ആ സമയത്തേക്ക് ഇവിടത്തേക്ക് എത്തില്ല എന്ന രീതിയിലാണ് ഇപ്പം മന്ത്രിയും അതുപോലെ തന്നെ ആന്റോ അഗസ്റ്റിനും പറയുന്നത്. പക്ഷെ ഇതിൽ 1-2 ചോദ്യങ്ങൾ പ്രധാനമായിട്ട് വരുന്നുണ്ട്. ഇപ്പം ദൈവം കണ്ടിട്ടുണ്ടാവും, അതായത് 130 കോടി രൂപയാണ് ഈ കാര്യത്തിൽ അർജന്റീനയ്ക്ക് കൊടുത്തത് എന്നാണ് റിപ്പോർട്ടർ ടിവിയുടെ MD ആയിട്ടുള്ള ആന്റോ അഗസ്റ്റിൻ ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത്. അപ്പോൾ 130 കോടി രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മളത് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? കാരണം 130 കോടി രൂപ കൊടുത്തതിന്റെ ഡോക്യുമെന്റ് എന്തെങ്കിലും പബ്ലിക്കായിട്ട് പുറത്തു വിട്ടിട്ടുണ്ടോ? അത് വലിയൊരു ചോദ്യമാണ്. അവർ ഇതുവരെ അത് പുറത്തുവിട്ടിട്ടില്ല. രണ്ടാമത്തത്, ഈ അർജന്റീന ടീം ഇവിടെ അർജന്റീനയുടെ ടീമുമായി ബന്ധപ്പെട്ടു എന്നുള്ള സത്യമാണ്. പക്ഷെ അർജന്റീന പറഞ്ഞത് അർജന്റീനയുടെ ടീം ഇവിടെ കളിക്കാനെത്തും എന്നാണ്. അതിൽ മെസ്സി വരും എന്നൊരു വാക്ക് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഇനി അവർ അർജന്റീനൻ ടീം വരും, അതിന്റെ ഒപ്പം മെസ്സിയും വരുമെന്നാണെങ്കിൽ കൃത്യമായിട്ട് അർജന്റീനയുടെ ടീം ലോക ചാമ്പ്യനാണ് മെസ്സി എന്നുള്ളത്, സൂപ്പർ സ്റ്റാർ, വേൾഡിൽ തന്നെ സൂപ്പർ സ്റ്റാർ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം വരുമെങ്കിൽ അത് അങ്ങനെ തന്നെ അർജന്റീനയുടെ ടീമുമായിട്ട് കരാറുണ്ടെങ്കിൽ ആ കരാർ പുറത്തുവിടണ്ടേ? ഈ പറയുന്ന അർജന്റീനൻ ടീം എവിടെയെങ്കിലും കളിക്കാൻ വരിക എന്നത് സ്വാഭാവികമായ കാര്യമാണ്. അതിൽ അവർ നിശ്ചയിക്കുന്ന ഒരുപാട് താരങ്ങൾ അതിലുണ്ടാവും. അതിൽ പക്ഷെ മെസ്സി ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. മനസ്സിലായല്ലോ? അപ്പൊ മെസ്സി വരും എന്നുള്ള കാര്യം ഇവരെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് കൃത്യമായി ഏതെങ്കിലും കരാറിലുണ്ടോ? ഈ കാര്യങ്ങൾ അവരെന്ത് ചെയ്തിട്ടില്ല, ഇത് പുറത്തുവിട്ടിട്ടില്ല. അപ്പോ അതിൽ തന്നെ വലിയ സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ഇപ്പൊ ഇത്തരത്തിലൊരു കരാർ കൊടുത്തു കൊടുത്തില്ല, മെസ്സി വരുമെന്ന് പറയുന്ന കാര്യങ്ങളില്ല. പിന്നെ ഈ 130 കോടി രൂപയുമായി ബന്ധപ്പെട്ട് 130 കോടി രൂപ കൊടുത്തതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റ് പബ്ലിക്കായിട്ട് ഇവർ വെച്ചിട്ടില്ല. പിന്നെ ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു മെയിൽ കാണിക്കുന്നുണ്ട്. അതായത് മെയിലിൽ പറയുന്നത്, നിങ്ങൾ ഇത്രയും കാലം ക്ഷമിച്ചതിന് നന്ദി എന്ന് പറഞ്ഞൊരു മെയിൽ വന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ക്ലബ്ബുകളൊക്കെ തമ്മിലുള്ള ഈ മെയിലുകളൊക്കെ അയക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായി വെക്കും, ഇത്രയും കാലം ക്ഷമിച്ചതിന് നന്ദി എന്നൊക്കെ പറഞ്ഞു. അതൊരു മര്യാദയുടെ ഭാഗമായിട്ട് വെക്കുന്നതാണ്. അപ്പൊ അതടക്കം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അത് അദ്ദേഹം ആ പേപ്പർ പോലും കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തകരെ അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ഇതിൽ സംസ്ഥാന സർക്കാരും ഈ പറയുന്ന റിപ്പോർട്ടർ ടിവിയും ചേർന്നുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ അവർ ഈ പറയുന്ന രേഖകളെല്ലാം തന്നെ പുറത്തുവിടണം. ഏതൊക്കെ? മെസ്സി വരും എന്ന് കരാറുണ്ടായിരുന്നോ?
അതോ അർജന്റീനിയൻ ടീം മാത്രമാണ് വരുന്നത്? അവർക്ക് 130 കോടി കൊടുത്തിട്ടുണ്ടോ? ഇനി അതല്ല, പലതരത്തിലുള്ള ആരോപണം വരുന്നത് 60 കോടി രൂപ മാത്രമാണ് ആൻഡോസും സംഘവും ഈ പറയുന്ന ആർക്ക് കൊടുത്തിട്ടുള്ളത്, ഈ പറയുന്ന ടീമിന് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതിലെ യാഥാർത്ഥ്യം എന്താണ്? ഇതൊക്കെ പുറത്തു പറയേണ്ടതും പുറത്തു വിടേണ്ടതും ഈ പറയുന്ന റിപ്പോർട്ടർ ടിവിയാണ്. പക്ഷെ അത് അവർ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു പരാജയമായിട്ട് നിൽക്കുന്നത്. മാത്രമല്ല, സംസ്ഥാന സർക്കാരും ആൻഡോഗസും ചേർന്നുകൊണ്ട് ഇതൊരു ഒരു വലിയ നാടകമാക്കി മാറ്റി. ഇതിനിടയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള മുതലെടുപ്പ് നടത്താനായിരുന്നു ഉദ്ദേശം. ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്ന ജനങ്ങൾ ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് എന്നാണോ ഇവർ കരുതുന്നത് തുടങ്ങിയ വലിയ വിമർശനങ്ങളാണ് ഇവർക്കെതിരെ ഉയർന്നു വരുന്നത്. 1 കോടി പേരെ വെച്ച് ഫാൻസ് മീറ്റിംഗ് നടത്തുന്നു പറഞ്ഞിട്ടുണ്ടായി. അതുപാടെ കേരളത്തിൽ ഇപ്പൊ 3.5 കോടി ജനങ്ങളെ ഉള്ളൂ. അപ്പൊ 1 കോടി ജനങ്ങളെ വെച്ച് എങ്ങനെ ഫാൻസ് മീറ്റിംഗ് നടക്കും? അത് സാധ്യമാണോ ചേട്ടാ? തീർച്ചയായും. അതായത് റിപ്പോർട്ടർ ടിവിയുമായി ബന്ധപ്പെട്ട് അവർ ഒരു AI വീഡിയോ ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അവരതിൽ പറയുന്നത് എങ്ങനെയാണ് കേരളത്തിൽ 1 കോടി ആളുകളെ വെച്ച് ഈ ഫാൻസ് മീറ്റ് നടത്തുക എന്നതിനെ കുറിച്ച് വിശദമായിട്ട് അവരത് പറയുന്നുണ്ട്. കോഴിക്കോട് രാമനാട്ടുകര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ രാമനാട്ടുകരയുമായി ബന്ധപ്പെട്ട് അതിലൂടെ ഈ പറയുന്ന ആള് ഏകദേശം വലിയ ഈ OB ബസ്, അതിൽ ഓപ്പൺ ആയിട്ടുള്ള OB ബസ്സിൽ ഈ പറയുന്ന മെസ്സിയും സംഘവും ഒക്കെ തുറന്ന ബസ്സിൽ മുകളിൽ കയറിയിട്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് കിലോമീറ്ററുകളോളം പോകുന്നു എന്നതാണ് ഇവരുടെ ഒരു പ്ലാനായിട്ട് പറയുന്നത്. അതിൽ ഒരുപാട് ആളുകൾ കൂടുന്നു, 1 കോടി ആളുകൾ ഇതിൽ പങ്കെടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ഫാൻസ് മീറ്റ് എന്ന് പറയുന്നത് ചെറുതാണ്. 2, ഈ ആരാണ് വരുന്നത്? മെസ്സിയെ പോലെ ഒരാളാണ് വരുന്നത്. അദ്ദേഹത്തിന് സകലമായ സുരക്ഷയും കൊടുക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരാൾ ഒരു ചെറിയ കല്ലെടുത്ത് അദ്ദേഹത്തിനെ എറിഞ്ഞാൽ മതി, അതോടുകൂടി ലോകം തന്നെ ഇന്ത്യക്കെതിരായി മാറും. ഇതിന്റെ ഈ ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് മാത്രം ഉത്തരവാദിത്തമല്ല. ഇതിന്റെ മെയിൻ ഉത്തരവാദിത്വം ഇന്ത്യൻ ഗവൺമെന്റിനാണ്. ഇന്ത്യക്കാണ് അദ്ദേഹത്തിന്റെ സുരക്ഷയുടെ ചുമതല. ഇന്ത്യയിൽ നിന്നൊരു സംഭവം സംഭവിച്ചാൽ ആരും കേരള സർക്കാരിനൊന്നും പറയില്ല, ഇന്ത്യ ഗവൺമെന്റിനാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. അപ്പൊ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ കൂടി ഒന്നും മെസ്സിയെ പോലെ ഒരാളെ കൊണ്ടുവരാനോ ഈ പറയുന്ന വലിയ ഫാൻസ് മീറ്റ് നടത്താനോ അല്ലെങ്കിൽ ഈ സിനിമാ താരങ്ങളൊക്കെ വരുന്നത് പോലെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും തരത്തിൽ അഭിസംബോധനയൊക്കെ ചെയ്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളല്ല ആര് ഈ പറയുന്ന ലയണൽ മെസ്സി എന്ന് പറയുന്ന താരം. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, കാര്യം പറയുന്നത്. ഈ OB ബസിന്റെ മുകളിൽ വലിയ റിപ്പോർട്ടർ എന്ന് പറയുന്ന വലിയ ഈ നെയിമൊക്കെ ഒട്ടിച്ച് കൃത്യമായി വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ കൊടുത്ത് മാർക്കറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഈ കളി നേരിട്ട് സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ TV പുതിയ സ്പോർട്സ് ചാനൽ കൂടെ ആരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ടിവിയുടെ സ്പോർട്സ് ചാനൽ. ആ സ്പോർട്സ് ചാനലിന് ഈ പറയുന്ന കളി നേരിട്ട് അതിലൂടെ ആളുകൾക്ക് കാണാൻ പറ്റും. അതിലൂടെ മാത്രമേ ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റൂ എന്നാണ് റിപ്പോർട്ടർ ചാനൽ പറയുന്നത്. പക്ഷെ അത് പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ മലപ്പുറത്തൊക്കെയുള്ള ഒരുപാട് ആളുകൾ മെസ്സി വരും, അർജന്റീന ടീം വരും എന്ന് പറയുമ്പോൾ ഇപ്പൊ അവർ നേരെ ഈ അർജന്റീനക്കെതിരെയാണ് തിരിയുന്നത്. ടീം ഞങ്ങളെ പറ്റിച്ചു, അല്ലെങ്കിൽ ടീമാണ് ഇത്തരത്തിലൊരു പ്രശ്നം ചെയ്തത് എന്ന രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാണല്ലോ പ്രശ്നം. അപ്പോൾ ഇന്ന് മാധ്യമ പ്രവർത്തകർ കൃത്യമായ ചില ചോദ്യങ്ങൾ ആൻഡോസിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻഡോസിനായിട്ട് മറുപടി പറയുന്നത്, അതായത് ഈ ടീം ഞങ്ങളെ പറ്റിച്ചു എന്ന് ഞങ്ങൾ പറയുന്നില്ല. അതങ്ങനെ പറയണമെങ്കിൽ ഈ ഡേറ്റ് കഴിയണമല്ലോ. നമ്മളുമായിട്ടുള്ള കരാർ അവസാനിക്കുന്ന ഡേറ്റ് എന്നാണോ ആ ഡേറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് ഈ കരാർ ലംഘനം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. അവർ ഈ സമയത്ത് കളിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് അവർ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് കരാർ ലംഘനമാണല്ലോ. ഔദ്യോഗികമായിട്ട് അവർ അറിയിച്ച ആ ഒരു രേഖ ഏതാണോ അത് കാണിച്ചാൽ മതി. ഞങ്ങൾ ഇങ്ങനെ വരാൻ പറ്റില്ല എന്ന് ഇവർ പറഞ്ഞു എന്ന രേഖ കാണിച്ചാൽ തന്നെ അത് അവർ കരാർ ലംഘിച്ചു. ഞങ്ങൾക്കൊരു ഇമെയിൽ ഈ പറയുന്ന അർജന്റീനിയൻ ടീമിന്റെ അവരുടെ സ്വന്തം മെയിലിൽ നിന്ന് അവരൊരു മെയിൽ അയക്കുകയാണെങ്കിൽ അത് വലിയ തെളിവാണ്. ഇനി രണ്ടാമത്തത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മെയിൽ ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇത് കരാർ ലംഘനമാണ്, ഞങ്ങൾക്ക് ഈ സമയം തന്നെ ഇവിടെ കളിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സ്പോർട്സ് വകുപ്പിന്റെ ഭാഗത്തു നിന്നോ റിപ്പോർട്ടർ ടിവിയുടെ ഭാഗത്തു നിന്നോ ഒരു മെയിൽ തിരിച്ച് അങ്ങോട്ട് അയച്ചതിന്റെ ഒരു തെളിവ്, ഒരു ഈ പറയുന്ന പോലെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് അവർ പുറത്തുവിടുകയാണെങ്കിൽ, ഡോക്യുമെന്റ് അവർ പുറത്തുവിടുകയാണെങ്കിൽ അതോടുകൂടി നമുക്കത് വിശ്വസിക്കാമല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അതൊന്നുമില്ല. എന്താണ് രേഖ എന്ന് ചോദിക്കുമ്പോൾ കൈ ഉയർത്തി കാണിച്ച് ഇതാണ് രേഖ. മറ്റേ ഇതിൽ പറയുന്നുണ്ട്, ശങ്കരാടി പറയുന്നുണ്ട് ഇതാണ് ആ രേഖ എന്നുള്ളത്.
അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ പോയിക്കൊണ്ട് ഇത് സർക്കാരും ഇവരും ചേർന്നുകൊണ്ട് നടത്തുന്ന വലിയ നാടകമാണ്. റിപ്പോർട്ടർ ചാനൽ ഇപ്പൊ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സെക്കൻഡ് പാർട്ടി ചാനലായിട്ട് മാറി, കൈരളിയെ വെട്ടിക്കുന്ന തരത്തിലുള്ള ചാനലായിട്ട് മാറിയിട്ടുണ്ട് നിലവിൽ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ ഉന്നമിച്ച് സംസാരിക്കുക, കോൺഗ്രസിനെതിരായിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക, മുഴുവൻ ആളുകളെയും അടച്ചാക്ഷേപിക്കുക. അപ്പൊ BJP നേതാക്കന്മാരെയും അങ്ങനെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രീതിയിൽ ഒരു സംസ്ഥാന സർക്കാരും ആൻഡ്രൂ ഹസനും റിപ്പോർട്ടർ ടിവിയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു ഉഡായിപ്പ് നടത്തി ജനങ്ങളെ പറ്റിച്ച് അതിൽ നിന്നൊരു ഏതെങ്കിലും ഒക്കെ തരത്തിൽ ഒരു എന്താണ് ഒരു രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പറയുന്ന പോലെ ഒന്ന് മാർക്കറ്റിംഗ്, രണ്ട് മെസ്സി വരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഈ പിന്നെ പൈസയുടെ ഇടപാടുണ്ട്. ഇപ്പൊ 130 കോടി അടച്ചു എന്ന് പറയുമ്പോഴും അതിൽ എത്രമാത്രം പൈസ അടച്ചിട്ടുണ്ട്, ഇതിന്റെ സോഴ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വെളിപ്പെടുത്തേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പൊ അതൊക്കെ ഉപയോഗിക്കാനാണോ ഇത്തരത്തിലൊരു സംഗതി ഇവർ കൊണ്ടുവന്നത് എന്നാണ് ഇവിടെ നമ്മളുടെയൊക്കെ മുമ്പിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൻഡ്രൂ ഹസനും സംസ്ഥാന സർക്കാരും ഈ കാര്യത്തിൽ കൃത്യമായി മറുപടി പറയണം. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതായത് ഇത്തരത്തിൽ മെസ്സിയെ കാത്തുകൊണ്ട് മെസ്സി വരുമെന്നത് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ മെസ്സി വരുമോ എന്ന് ചോദിച്ച് അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് ആരാധകരുണ്ടാവും, ഈ കുഞ്ഞു മക്കൾ പോലും ഉണ്ടാവും. അപ്പൊ അവരൊക്കെ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മെസ്സി വരും എന്ന് പറഞ്ഞു. പിന്നീട് അത് ബുദ്ധിമുട്ട് പറഞ്ഞു. പിന്നീട് മന്ത്രി പറയുന്നത് മെസ്സി വന്നിരിക്കും എന്നാണ് പറയുന്നത്. അത് ഒരു വാക്കാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് മെസ്സി വരില്ല, മെസ്സി വരുന്നതിൽ ചില ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇത് ഒന്നിലും ഉറച്ചു നിൽക്കാത്ത നേരെ അർജന്റീന ടീമിന്റെ കോട്ട കൊണ്ടുപോയിടുകയാണ്. അവരുടെ തെറ്റാണ്, അവരുടെ പ്രശ്നമാണ്. അപ്പൊ ഈ ജനങ്ങൾ എന്താ മന്ദബുദ്ധികളാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും പറയണം, അതായത് ഈ ആളുകളെ മൊത്തമായിട്ട് പറ്റിക്കാമെന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെയും ഒക്കെ വിചാരമെങ്കിൽ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ മൊത്തം വിഡ്ഢികളല്ല എന്നുള്ളത് മാത്രം ഇവർ മനസ്സിലാക്കിയാൽ മതി എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.